Before you start watching, please listen. നിങ്ങൾക്ക് അഴുക്ക് കാണുന്നത് അലർജി ആണെങ്കിൽ, അത്തരം കാഴ്ചകൾ നിങ്ങളെ അപ്സെറ്റ് ആക്കുന്നു എന്നുണ്ടെങ്കിൽ, പ്ലീസ് സ്റ്റോപ്പ് ദ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. ബിക്കോസ് യു ആർ ഗോയിങ് ടു വാച്ച് such scenes between this shoot. ശരിയായ രീതിയിൽ മെയിൻ്റനൻസ് ലഭിക്കാതെ ബ്ലോക്കായി പോയ ഒരു ഫിൽറ്റർ സിസ്റ്റം ഇന്ന് സർവീസ് ചെയ്തപ്പോൾ എടുത്ത കാഴ്ചകളാണ് ഇതിൽ കാണിക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ 2 ടാങ്കുകളാണ് ഇവിടെ ഉള്ളത്. കിണറിൽ നിന്നും വരുന്ന വെള്ളം ഒന്നാമത്തെ ടാങ്കിൽ വന്ന് വീഴുന്നു. ആ വെള്ളം പിന്നീട് ഒരു സെഡിമെൻറ്റ് ഫിൽട്രേഷന് ശേഷം അടുത്ത സോഫ്റ്റ്നർ വെസലിലൂടെ പാസ് ചെയ്ത് രണ്ടാമത്തെ ടാങ്കിൽ ചെന്ന് വീഴുന്നു. കുറച്ചു കാലമായി ശരിയായ രീതിയിൽ ബാക്ക് വാഷ് ചെയ്യാത്തതിനാൽ ആദ്യത്തെ ഫിൽറ്റർ ബ്ലോക്കായി, അതായത് മീഡിയ ഉറച്ചുപോയി, ചെളി ഇളകി പുറത്തേക്ക് വരാതെയായി. കൂടാതെ വെസലിൻ്റെ താഴെയും മുകളിലുമുള്ള സ്ട്രെയിനറുകളും അഴുക്ക് നിറഞ്ഞ് വെള്ളം കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഫിൽറ്റർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ അതിന് മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല എന്നാണ്. ഏതൊരു ഉപകരണവും വാങ്ങിക്കുമ്പോൾ അത് എപ്രകാരം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഒരു വെസൽ ഫിൽറ്റർ എന്നത് ടാങ്കിലേക്ക് വരുന്ന അഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന ഒരു സിസ്റ്റം മാത്രമാണ്. ഈ തടഞ്ഞു വെച്ച അഴുക്കിനെ അപ്പോഴപ്പോൾ ബാക്ക് വാഷ് ചെയ്ത് പുറത്തേക്ക് കളയേണ്ടതുണ്ട്. ഈ ക്ലീനിങ് പ്രോസസ്സ് ചെയ്യേണ്ടുന്നതിന് ഇടവേളകൾ നിങ്ങളുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും. അതായത് മഴക്കാലങ്ങളിൽ വെള്ളം കിണറിൽ കലങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ കൂടുതൽ പ്രാവശ്യം ബാക്ക് വാഷ് ചെയ്യേണ്ടി വരും. അതേസമയം വെള്ളം തെളിഞ്ഞതാണെങ്കിൽ ബാക്ക് വാഷ് പീരീഡ് കുറയും. ഇൻ സമ്മറി, ചിലർക്ക് ദിവസേന ചെയ്യേണ്ടി വരാം, മറ്റു ചിലർക്ക് മാസത്തിലൊരു തവണ മതിയാകും.